വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരി തകർന്ന് 15 പേർ കടലിൽ വീണ സംഭവത്തിൽ ഗുരുതര അനാസ്ഥയെന്നാണ് സൂചന. കടൽ ടൂറിസത്തെ ഈ അപകടം ബാധിക്കാനും സാധ്യതയുണ്ട്. സുരക്ഷ ഒരുക്കുന്നതിലെ വീഴ്ചയാണ് അപകടമായത്. മിക്ക അവധി ദിവസങ്ങളിലും 150ഉം 200ഉം ആളുകൾ ഇതിൽ കയറാറുണ്ടെന്നും നാട്ടുകാരുൾപ്പെടെ പലരും ഇത് അപകടമാണെന്ന് നടത്തിപ്പുകാരോട് പറഞ്ഞിട്ടും വീണ്ടും അനാസ്ഥ തുടരുകയായിരുന്നു. അതിനിടെ വളരെ ശ്രദ്ധേയമായ കമന്റുമായി BJP നേതാവ് AP അബ്ദുള്ളക്കുട്ടിയും രംഗത്ത് വന്നു. വലിയ തിരമാലകളുള്ള തീരങ്ങളിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പ്രായോഗികമല്ലെന്നായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ പരാമർശം. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു കുറ്റപ്പെടുത്തൽ. ടൂറിസം മന്ത്രിക്ക് കേരളത്തിലെ ടൂറിസത്തെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടെന്നും വലിയ തിരമാലകളുള്ള തീരങ്ങളിൽ ഇത് പ്രായോഗികമല്ലെന്നുമായിരുന്നു അബ്ദുള്ളക്കുട്ടിയുടെ വിമർശനം. ഭാര്യാപിതാവിന്റെ കൂടെ വിദേശയാത്രക്കിടയിൽ കണ്ട കാഴ്ചകൾ അതേപടി പകർത്തുകയാണ് മരുമകനെന്നും അബ്ദുള്ളക്കുട്ടി വിമർശിച്ചു. ഒരേ സമയം പരമാവധി 100 പേർക്കാണ് ഈ ബ്രിഡ്ജിൽ കയറാവുന്നത്, അതും ഒട്ടനവധി സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. പക്ഷേ ഇവിടെ തിരക്കുള്ള ദിനങ്ങളിൽ തുടർച്ചയായി 200 വരെ ആളുകൾ ഇതിൽ കയറാറുണ്ട്. അറ്റകുറ്റപ്പണികൾ നടത്താറുമില്ല. ഇതൊക്കെയാണ് അപകട കാരണമെന്നാണ് പ്രദേശവാസികളുടെ വിശദീകരണം. കടലിൽ വീണ 15 പേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഈ ഇടപെടലാണ് ദുരന്തവ്യാപ്തി കുറച്ചത്. എല്ലാവരും അപകടനില തരണം ചെയ്തുവെന്നതും സർക്കാരിന് ആശ്വാസമാണ്. 150ഓളം ആളുകൾ ഉണ്ടായതാണ് അപകട കാരണമെന്നാണ് സൂചന. തിരയടിച്ച് ബ്രിഡ്ജ് മറിഞ്ഞുവെന്നും ഇതേ തുടർന്ന് അതിലുണ്ടായിരുന്ന ആളുകൾ കടലിലേക്ക് വീഴുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് 2023 ഡിസംബർ 26-ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ 7ാമത്തെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജായ ഇത് തീരത്ത് നിന്ന് കടലിലേക്ക് ഏകദേശം 100 മീറ്റർ നീളത്തിലും 3 മീറ്റർ വീതിയിലുമാണ് നിർമ്മിച്ചിട്ടുള്ളത്. 700 കിലോഗ്രാം ഭാരമുള്ള നങ്കൂരം ഉപയോഗിച്ചാണ് പാലത്തെ ഉറപ്പിച്ചു നിർത്തിയിരിക്കുന്നതെന്നാണ് അധികൃതർ അവകാശപ്പെടുന്നത്. 11 മുതൽ വൈകിട്ട് 5 വരെയാണ് ഇവിടെ പ്രവേശനം. കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റി, വർക്കല നഗരസഭ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചത്. എന്നാൽ നടത്തുന്നത് സ്വകാര്യ ഏജൻസിയാണ്. ഈ ഏജൻസിക്ക് പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്നാണ് ഉയരുന്ന ആക്ഷേപം. ഇടതനുഭാവികളാണ് നടത്തിപ്പുകാരെന്നും ആക്ഷേപമുണ്ട്. ഇവർക്കെതിരെ കൊലപാതക ശ്രമത്തിന് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കേസെടുക്കണമെന്നതാണ് ആവശ്യം. പരിധിയിലധികം ആളുകളെ കയറ്റിയതുകൊണ്ടാണ് ഇത്തരമൊരു ആവശ്യമുയരുന്നത്. എന്നാൽ പോലീസ് കേസെടുക്കില്ലെന്നാണ് സൂചന. നവംബറിൽ ചാവക്കാട് ബീച്ചിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ദുരന്തമുണ്ടായി. അന്ന് തലനാരിഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്. ഉദ്ഘാടനത്തിന് പിന്നാലെയായിരുന്നു അത്. അന്ന് പല വിവാദങ്ങളും ഉണ്ടായി. നടത്തിപ്പുകാരിലേക്കും സംശയമെത്തി. എന്നാൽ ഒന്നും സംഭവിച്ചില്ലെന്നും വേലിയിറക്ക സമയത്തെ സാങ്കേതിക ഇടപെടലാണ് ഉണ്ടായതെന്നും പറഞ്ഞ് തടിതപ്പി. എന്നാൽ വർക്കലയിലേത് പൂർണ്ണമായും അപകടമാണ്. അതുകൊണ്ട് തന്നെ സർക്കാർ പ്രതിക്കൂട്ടിലാവുകയും ചെയ്യും.